കാലാവസ്ഥ എന്ന ഭാഗത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കിയാലോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലത്തിന് കാരണമാകുന്ന കാറ്റുകൾ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. ഏതൊക്കെ മാസങ്ങളിലാണ് ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്നത്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. ഇടിമിന്നലോടുകൂടി എത്തുന്ന ജലബാഷ്പം നിറഞ്ഞ മഴക്കാറ്റുകളുടെ പെട്ടെന്നുള്ള വരവ് അറിയപ്പെടുന്നത് മൺസൂണിൻ്റെ പൊട്ടിപ്പുറപ്പാട്. കേരളം, കർണാടകം, മഹാരാഷ്ട്ര, ഗോവ എന്നീ സംസ്ഥാനങ്ങളുടെ തീരപ്രദേശങ്ങളിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ വന്നെത്തുന്നത് ജൂൺ ആദ്യ ആഴ്ചയോടെ. ഉത്തരേന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ വന്നെത്തുന്നത് ജൂലൈ ആദ്യ ആഴ്ചയോടെ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രവേശിക്കുന്നത് 2 ശാഖകളായാണ്. അവ ഏതെല്ലാം? അറബിക്കടൽ ശാഖ, ബംഗാൾ ഉൾക്കടൽ ശാഖ. കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്ക് കാരണമാകുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ശാഖ അറബിക്കടൽ ശാഖ. പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കൻ ചെരുവുകളിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ മഴ നൽകുന്നുള്ളൂ. ഇത്തരം മഴ കുറഞ്ഞ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് മഴനിഴൽ പ്രദേശങ്ങൾ. സുന്ദരവനം ഡെൽറ്റ, പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് കാരണമാകുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ശാഖ ബംഗാൾ ഉൾക്കടൽ ശാഖ. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ബംഗാൾ ഉൾക്കടൽ ശാഖയും അറബിക്കടൽ ശാഖയും കൂടിച്ചേരുന്ന പ്രദേശം പഞ്ചാബ് സമതലം. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇടവപ്പാതി അല്ലെങ്കിൽ കാലവർഷം. ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനും ശൈത്യകാലത്തിനും ഇടയിലുള്ള കാലം മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം അറിയപ്പെടുന്ന മറ്റൊരു പേര് വടക്കുകിഴക്കൻ മൺസൂൺ കാലം. വടക്കുകിഴക്കൻ മൺസൂൺ കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനം തമിഴ്നാട്. നിശ്ചിത സമയത്തെ അല്ലെങ്കിൽ ഒരു കുറഞ്ഞ സമയത്തേക്കുള്ള അന്തരീക്ഷ അവസ്ഥ ദിനാന്തരീക്ഷ സ്ഥിതി. ദീർഘകാലത്തെ ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ. മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടത് ഏത് അറബി പദത്തിൽ നിന്നാണ്? മൗസിം. മൗസിം എന്ന പദത്തിനർത്ഥം ഋതുക്കൾ. കാലങ്ങൾക്കനുസരിച്ചുള്ള കാറ്റിൻ്റെ ഗതിമാറ്റവുമായി ബന്ധപ്പെട്ട കാലാവസ്ഥയാണ് മൺസൂൺ. മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായി നിരീക്ഷിച്ച അറബി പണ്ഡിതൻ ഹിപ്പാലസ്. മൺസൂണിൻ്റെ രൂപം കൊള്ളലിന് കാരണമാകുന്ന ഘടകങ്ങൾ എന്തെല്ലാം? സൂര്യൻ്റെ അയനം, കോറിയോലിസ് പ്രഭാവം, താപനിലയിലുള്ള വ്യത്യാസം. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന മൺസൂൺ അറിയപ്പെടുന്നത് ഉഷ്ണ മൺസൂൺ കാലാവസ്ഥ. ഇന്ത്യയെ കൂടാതെ ഉഷ്ണ മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്ന പ്രദേശങ്ങൾ തെക്ക് കിഴക്കൻ ഏഷ്യൻ പ്രദേശങ്ങൾ. ഇന്ത്യയിലെ ഋതുക്കളെ പൊതുവെ 4ആയി തിരിക്കാം. അവ ഏതെല്ലാം? ശൈത്യകാലം, ഉഷ്ണകാലം, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം? അക്ഷാംശീയ സ്ഥാനം, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, സമുദ്രത്തിൽ നിന്നുള്ള അകലം, ഹിമാലയ പർവ്വതനിര, മൺസൂൺ കാറ്റുകൾ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കുഭാഗം ഹിമാലയ പർവ്വതം. വടക്കൻ ശീതക്കാറ്റുകളെ പ്രതിരോധിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് ഒരു രക്ഷാകവചം തീർക്കുന്ന പർവ്വതം ഹിമാലയ പർവ്വതം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ.